പൊതുപരിപാടിയല്ല, അല്ലല്ല, ഉദ്ഘാടനം എന്റെ സഹപ്രവർത്തകർ ചെയ്യുന്നത് പോലെ. എന്താണ് സാർ, എന്തോ ഒരു അസംബന്ധമാണ് ഈ ചോദ്യം തന്നെ. അങ്ങനെ ചെയ്യൂ. ഞാൻ ഇവിടുന്ന് കാശ് മേടിച്ചോ? ഞാൻ ഇപ്പൊ പോയ ആ വെൽനസ് സെന്ററിന് കാശ് വാങ്ങിച്ചോ? സാർ, ഒരു കലാകാരനെ കൊണ്ട് ചെയ്യിച്ച് ക്രയവിക്രയത്തിൽ വർധന ഉണ്ടാക്കുന്ന കമേഴ്ഷ്യൽ എൻഗേജ്മെന്റ് ഐ ഹാവ് ടു ഗെറ്റ് മൈ ഷെയർ. ഇറ്റ് ഇസ് മൈ റൈറ്റ്. പക്ഷെ അവിടെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ആരും അത് ഒന്ന് പെരുപ്പിക്കുന്നില്ല. അത് സങ്കടമുണ്ട്. ആ കാശിൽ നയ പൈസ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയില്ല, പാവങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞത് എന്തേ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയില്ല? അലിഗേഷൻ അല്ല. ഇറ്റ് ഇസ് എ വെരി റോങ് ബാഡ് ടെൻഡൻസി. അതല്ലേ നിങ്ങൾ എടുക്കേണ്ടത്. ഇല്ല, എന്താ രണ്ടാമത് പറഞ്ഞു? അതായത് ഒരു പ്രോബ് ഇപ്പൊ ഇട്ട് ഡാമില് പല സ്ഥലത്തും ഇത് 2006 സഖാവ് അച്യുതാനന്ദൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്. അന്ന് പക്ഷെ ഈ എല്ലാത്തിനും ലോക്കൽ കമ്മിറ്റികൾ ഇടപെട്ട് പാടില്ല. ഉടനെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എനിക്ക് തോന്നുന്നു ഇസ് ഫോർ ഇറ്റ്. ഇനി നമുക്ക് പല പാഠങ്ങളിൽ നിന്ന് ഇപ്പൊ ഇവിടെ തന്നെ കുമ്പാരി സമൂഹങ്ങളുടെ ഇടയിൽ ഇതാണ് സത്യത്തിൽ ജനകീയ മനസ്സിലാക്കലാണ്. അതാണ് ആദ്യം ആവശ്യമുള്ളത്. ഇലക്ഷൻ പ്രചരണത്തിന് വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ഞാൻ വോട്ട് ചോദിക്കാത്ത ഇടങ്ങളിലും അവരുടെ പ്രശ്നങ്ങൾ എനിക്ക് അധികമായിട്ട് വന്നുകൊണ്ട് വോട്ട് ചോദിക്കാൻ മറന്നുപോയ ഇടങ്ങളും കുമ്പാരി സമൂഹത്തിലാണ് ഞാൻ വോട്ട് ചോദിക്കാത്തത്. അവർ തന്നോന്ന് പോലും ഞാൻ അന്വേഷിച്ചിട്ടില്ല. അവർ പറഞ്ഞത് ഈ ഒരു ആവലാതിയാണ്. അതുപോലെ ടൈൽ മാനുഫാക്ചറേഴ്സ്, തൃശ്ശൂരാണ് കേരളത്തിന്റെ തലസ്ഥാനം, പിന്നെ ഉള്ളൂ കോഴിക്കോട്. എവിടെ നിന്നാണ് ചെളി വരുന്നത്? എങ്ങനെയാണ് ഒരു പരമ്പരാഗത സംവിധാനം നമ്മൾ നിലനിർത്തേണ്ടത്? എങ്ങനെയാണ് അവർക്കൊരു പ്രതി സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടത്? മുതലാളിമാർക്കല്ല. മുതലാളിമാരൊരു 20 or 25 പേരേ ഉള്ളൂ. ഓരോ മുതലാളിയുടെയും കീഴിൽ വേറെ ഒരു തൊഴിലും പഠിക്കാത്ത മക്കളെ IAS വരെ ആക്കണമെന്ന് ആഗ്രഹിച്ച് അവിടെ വരെ എത്തിയത് വളരെ വിരളം, ചിലപ്പോൾ ഉണ്ടാവുകയില്ല. ഇനിയുള്ള കൊച്ചുമക്കളെ ഒന്ന് എത്തിക്കണമെന്ന് വിചാരിച്ച് ചെളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്ര കുടുംബങ്ങളാണുള്ളത്? ഒരു 10,000 കുടുംബം വരുമോ? ആ മക്കളൊന്നും നല്ല വസ്ത്രവും ഭക്ഷണവും കഴിക്കണ്ടേ, നല്ല സ്കൂളിൽ പോകണ്ടേ, പഠിച്ച് നല്ല ലെവലിലെത്തണ്ടേ, നല്ല സമ്പാദനം നടത്തണ്ടേ? ഈ അമ്മൂമ്മയുടെ അല്ലെങ്കിൽ അപ്പൂപ്പന്റെ ശേഷക്രിയയെങ്കിലും 10 പേരറിയെ അഭിമാനപൂർവ്വം അവർക്ക് നടത്തിയെടുക്കണ്ടേ? അതിനുള്ള ഒരു ജീവിത അന്തരീക്ഷം അവർക്ക് ഉണ്ടാവണ്ടേ? Why do you need water to be replaced by all the unwanted elements which have formed as siltation? You have to desilt it. That is, see, what is the basic concept of any project, irrigation project or hydroelectric project? What is a dam built for? To collect a good amount of water, most possible amount of water, like how you save it for a rainy day. പക്ഷെ ഈ റെയിൻ ആണ് അതില് നമ്മുടെ സണ്ണി ഡേയ്സ്. അതിലിത് കളക്ട് ചെയ്ത് വെക്കുന്നിടത്ത് ഈ മണ്ണെന്തിന് ആർക്ക് വേണം?